നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജി, പ്രോണോളജി, വാസ്തു കൺസൾട്ടേഷൻ, ഫെങ്ഷുയി, ടാരോട്ട് റീഡിംഗ്, പെൻഡുലം സയൻസ് ഇങ്ങനെയുള്ളവയെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ നോട്ടത്തിൽ ഞാനൊരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിലാണ്. ധാരാളം പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ദക്ഷിണ സമർപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണ സമർപ്പിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കും ആ വ്യക്തി ഞാനുമായിട്ടുള്ള അലൈൻമെൻറ്റ് എങ്ങനെയാണ്. ഈ വ്യക്തിക്ക് പൂർണ്ണമായ തോതിൽ ഈ സയൻസിൻ്റെ സഹായത്താൽ എല്ലാവിധ പരിഹാരങ്ങളും കൊടുക്കുവാൻ സാധിക്കുമോ എന്ന ഒരു ചെക്കിംഗ് ഉണ്ട്. പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത് ദക്ഷിണ സമർപ്പിച്ചാൽ ഉടൻ തന്നെ മറുപടി തരണമെന്നാണ്. എനിക്ക് അനേകം ജോലിയുണ്ട്, പക്ഷെ ആരെ ഞാൻ പരിഗണിക്കാതിരുന്നിട്ടില്ല. ആത്മാർത്ഥമായിട്ടും തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരു തിരുവനന്തപുരത്തുള്ളൊരു അധ്യാപകൻ്റെ കാര്യം കുടിശ്ശിക എന്നാൽ ഞാൻ പലതവണ നോക്കിയിട്ട് അതങ്ങ് ഒത്തുവരുന്നില്ല എന്താണ് എന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, പേരിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് ഭേദഗതി ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. അത് അബദ്ധമായ ധാരണയാണ്. അത് വെറും ന്യൂമറോളജി മാത്രമാണ്. ന്യൂമറോളജിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ തടസ്സങ്ങൾ, ബ്ലോക്കുകൾ, പ്രതിബന്ധങ്ങൾ വരുന്നതെന്ന് ഞാനത് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ധാരാളം ലക്ഷങ്ങൾ കടമുള്ള ഒരു വ്യക്തിയാണ്. 2 കുട്ടികളുണ്ട്. കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയപ്പോൾ അവർക്ക് പിതൃബന്ധം, മൂലകുടുംബത്തിലെ ധാരാളം തകർച്ച കണ്ടു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു, മൂലകുടുംബത്തിലെ ഓരോരോ കാര്യങ്ങൾ. അത്യാവശ്യമൊക്കെ ആൻസർ പറഞ്ഞു. പിന്നീടായാലും അതിനൊക്കെ മറുപടി തന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ന്യൂമറോളജിക്ക് വേണ്ടിയിട്ടല്ലേ എന്നെ സമീപിച്ചത്, അപ്പോഴെന്തിന് ഈ കുടുംബത്തിലെ കഥകളൊക്കെ അന്വേഷിക്കുന്നതെന്ന രീതിയിൽ ചോദിച്ചു. പക്ഷെ അതാണ് വേണ്ടത്. അല്ലെങ്കിൽ അബദ്ധമായ ധാരണയാണ്, പേരിൽ മാത്രമല്ല മാറ്റം വരേണ്ടത്. നമ്മൾക്ക് പിതൃദോഷമുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന കർമ്മത്തെപ്പറ്റിയാണ് പറയുന്നത്. എൻ്റെ ഈ കർമ്മവിധിയിൽ ഗഹനമായ രീതിയിൽ, ആഴമായിട്ട് അല്ലെങ്കിൽ ഗാഠമായ രീതിയിൽ പഠിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ പറയുന്നത്. നിങ്ങളുടെ മൂലകുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടാകാം. നിങ്ങൾ ഏത് ആരാധനാലയത്തിൽ പൊക്കോളൂ, പ്രാർത്ഥിച്ചോളൂ, വഴിപാട് കഴിപ്പിച്ചോളൂ, പൂജ കഴിപ്പിച്ചോളൂ, ഏലസ് കെട്ടിക്കോളൂ, രക്ഷാകവചങ്ങളായിട്ട് എന്ത് വേണം ചെയ്തുകൊള്ളൂ. പക്ഷേ പുരോഗതി അല്ലെങ്കിൽ നമ്മൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ തടസ്സമുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളല്ല, പിതൃക്കൾ, അച്ഛൻ്റെ 7 തലമുറയും അമ്മയുടെ 7 തലമുറയും അവരുടേതായ ആത്മാക്കൾ അത്ര സംതൃപ്തി ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാവിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇല്ലാതെയുള്ള ആൾക്കാർ വിശ്വസിക്കുകയും വേണ്ട. കാരണം നമ്മൾ കാണുന്ന ഈ ഭൗതികമായ ശരീരമല്ല, ഇപ്പോൾ നമ്മൾ ജീവാത്മാവാണ്. ഐമനം അജിത്ത് എന്ന എന്നിലെ ഈ ജീവാത്മാവാണ് ഇപ്പോഴും ഈ വീഡിയോയുടെ മുന്നിൽ വന്ന് പറയുന്നത്. കേൾക്കുന്ന നിങ്ങളും ജീവാത്മാവാണ്. നാളെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുണ്യാത്മാവായി തീരും. ആ പുണ്യാത്മാവാണെങ്കിൽ ഈ കുടുംബത്തിലും, എൻ്റെ കുടുംബത്തിലും പരമ്പരകൾക്കും അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. എന്നാൽ സംതൃപ്തിയില്ലാതെയാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ധാരാളം ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ നിന്നും പോകുന്നതെങ്കിൽ എൻ്റെ കാലശേഷം ആത്മാവ് പ്രേതാത്മാവായി തീരും. പ്രേതാത്മാവ് ഒരിക്കലും സംതൃപ്തിയുള്ളതായിരിക്കില്ല. കുടുംബത്തിലും ഒക്കെ എപ്പോഴും ഓരോരോ കെടുതികൾ വരുത്തിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പഠിച്ച ആൾക്കാർക്കറിയാം. ആ രീതിയിലാണ് ഞാൻ ഓരോരോ സൊല്യൂഷൻസും കൊടുക്കുന്നത്. അതുകൊണ്ട് പേരിൽ ഈ യൂട്യൂബ് കണ്ടുകൊണ്ട് നിങ്ങൾ പേരിൽ എന്തെങ്കിലുമൊക്കെ ലെറ്റേഴ്സ് അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് വരത്തില്ല. എന്നെ സമീപിച്ച പല ആൾക്കാരും, ഒരു വ്യക്തി യൂട്യൂബ് കണ്ട് 3 തവണയാണ് പേര് മാറ്റിയത്. പിന്നെ ഫൈനലായിട്ട് അദ്ദേഹം കൊണ്ട് ഗസറ്റിലും പബ്ലിഷ് ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്തത്. അതിലൊക്കെ പെശകുണ്ട്. ആദ്യമേ നമ്മുടെ മൂലകുടുംബത്തിലെ കാരണങ്ങൾ അന്വേഷിക്കണം. വിശ്വാസമുള്ളവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.